മെസ്സയ സെക്കൻഡ് കമ്മിങ് വന്നു കഴിഞ്ഞാൽ മെസ്സയ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ട്രൂത്ത് ഓഫ് സ്പിരിറ്റ് എന്താ അർത്ഥം, ആത്മാവിൽ ആരാധിക്കുക മെസ്സേനെ, അല്ലാണ്ട് മാലയിട്ട് ആരാധിക്കുക, ഹ്യൂമൻസിന് മാലയിട്ട് ആരാധിക്കണ പോലെ അങ്ങനെയല്ല. അപ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ പ്ലാൻ ആകെപ്പടി പോവും. അപ്പോൾ മെസ്സേനെ എന്താ പറയുക, ട്രൂത്ത് ഓഫ് സ്പിരിറ്റ്, ആത്മാവിൽ ആരാധിക്കുക, അത് കറക്റ്റല്ല പറയണേ. ആത്മാവിൽ ആരാധിക്കുക, അല്ലാണ്ട് മാലയിട്ട് ആരാധിക്കുക, മെറ്റീരിയലിസ്റ്റിക് വേയിൽ ആരാധിക്കുക അങ്ങനെയല്ല. അപ്പോൾ അതങ്ങനെ നിർത്തണം. അതുപോലത്തെ ഞാനിവിടെ മുമ്പ് പോപ്പിനോടും ഫ്രാൻസിസ് 88 വയസ്സിലെ 266 പോപ്പ് ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ അത് ഏപ്രിൽ 21 ഞാൻ ബാപ്റ്റിസം ചെയ്ത സമയത്ത് തന്നെ ഹെൽത്തി ആയിട്ടിരുന്ന വീൽ ചെയർന്ന് പറഞ്ഞ ഹാർട്ട് അറ്റാക്ക് ഈസ്റ്റർ ദിനത്തിന് തന്നെ ഏപ്രിൽ 21 മരിക്കാൻ കാരണം സ്മുങ്ങി എന്ന് പറഞ്ഞ സമയമാണ് എൻ്റെ ബാപ്റ്റിസം. കൊറോണ വരണ മുമ്പ് 3.5 വർഷം കൊറോണ വരണ മുമ്പ് 30 വയസ്സിൽ. അപ്പോൾ ഞാൻ ട്വിറ്റർ അക്കൗണ്ട് എനിക്ക് പോപ്പായിട്ടും പല അവരുടെ മെസ്സേജ് പല കണക്ഷനുണ്ട്. നല്ല രീതിയിൽ ഞാൻ പല രീതിയിലും എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മെറ്റീരിയലിസ്റ്റിക് വേ മാറി ആത്മാവിൽ ആരാധിക്കാൻ അത് പല രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണല്ലേ. അപ്പോൾ ഇപ്പോഴും പോപ്പ് എല്ലാ ട്വിറ്റർ അക്കൗണ്ടിലും എനിക്ക് നല്ലോണം പറയാൻ പറ്റും. ഒരു 4 സെൻറ്റൻസ് ഞാൻ പറയാനുള്ളൂ. ജീവിത ലൈഫ് ഹിസ്റ്ററി ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതൊക്കെ തീർന്നു. അതൊക്കെ എല്ലാവർക്കും അറിയാം. അത് നന്നായിട്ട് അറിയിച്ചു തന്നിട്ടുണ്ട്. പറയണത് കേട്ടിട്ട് മാറാത്തവർ ഇരന്നൂട്ടി വാങ്ങും. അപ്പോൾ അത് മാറണം. അപ്പോൾ അത് മാറും ചെയ്യും. മാറേണ്ടത് മാറിയില്ലെങ്കിൽ കിട്ടേണ്ട സമയത്ത് ജഡ്ജ്മെൻറ്റിൽ കിട്ടും. അപ്പോൾ എന്താ ഇംഗ്ലീഷും ഒന്നും പറഞ്ഞിട്ടില്ല. ചിക്കോകളും ഒന്നും പറയില്ല. വെച്ചാൽ അവർ മെറ്റീരിയലിസ്റ്റിക് നേച്ചറിൽ കൊണ്ടുകൊണ്ട് പറഞ്ഞ് കുക്കിങ് കഴിച്ച് നടക്കണവരാണ്. ഇത് വളരെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ എന്താ പറയുക, അപ്പോൾ ട്വിറ്റർ അക്കൗണ്ടിൽ എനിക്ക് പല രീതിയിലും പലരായിട്ട് കോൺടാക്ട്സ് ഉണ്ട്. കോൺടാക്ട്സ് വെക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഇപ്പോൾ അവൻ്റെ എവിടെ ഏത് മെസ്സേജ് എന്ത് അർത്ഥവത്തമായ ഇല്ലാത്ത മെസ്സേജിൻ്റെ അടിയിൽ ഞാൻ എന്ത് എക്സ്പ്ലെയിൻ ചെയ്തു ഒരു 4 സെൻറ്റൻസ് ഞാൻ ഇടുന്നുള്ളൂ. ലൈഫ് ഹിസ്റ്ററി മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് നിർത്തി. അത് എല്ലായിടത്തും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, കണ്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അടുത്തുള്ളവർ കണ്ടിട്ടുണ്ട്, എല്ലാം കണ്ടിട്ടുണ്ട്. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സമയം തീർന്നു. അപ്പോൾ ഈ 4 സെൻറ്റൻസ് ഞാൻ പറയുള്ളൂ. അപ്പോൾ യേശുവയുടെ സമയം ഇപ്പോൾ ഞാൻ അടുത്തടുത്ത് കുറച്ചുപേരോട് പറയും, വാക്കാലെ പറയും ഒരു 4 സെൻറ്റൻസ്. അപ്പോൾ അത് മാറണം. യേശുവയുടെ സമയം 888 യേശുയുടെ നമ്പർ വന്നു കഴിഞ്ഞു. ആത്മാവിൽ ആരാധിക്കുക. 26 യഹോവയുടെ നമ്പർ 8888 8x3 24 ആ രീതിയിലെല്ലാം കാണായി വന്ന് 2 + 24 26 എല്ലാം വന്നിട്ടുണ്ട്. യഹോവയുടെ നമ്പർ അത് ഡിവൈനായിട്ട് വരണം, സ്പിരിച്വലായിട്ട്, മെറ്റീരിയലിസ്റ്റിക് അല്ല. അപ്പോൾ മെഷീനെ ട്രൂത്തിൽ ആരാധിക്കണം, സ്പിരിറ്റിൽ. അപ്പോൾ അങ്ങനെ ഒരു സമയം വരും. അതുകൊണ്ട് ബാലിട്ട് ആരാധിക്കുക, വിസിബിളി ആരാധിക്കുക, അതല്ല. മെറ്റീരിയലിസ്റ്റിക് നേച്ചറോട് വരണല്ലേ, ഡിവൈൻ നേച്ചർ വരണം. അപ്പോൾ എന്താ പറയണേ, ലവ് ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷേ അത് കുറ്റം പറച്ചിൽ കുട്ക കഴിച്ച് പീഡിപ്പിച്ച് നടക്കണില്ല. യേശുവരെ ലവ് ചെയ്തിരുന്നു, മനുഷ്യ സഹജമാണ്. പക്ഷേ അത് കുടിച്ച് നടക്കണില്ല, ഡ്രഗ്സ് അടിച്ച് നടക്കണില്ല. അതാണ് അലയൻ നേച്ചർ. അതിന് മെറ്റീരിയലിസ്റ്റിക് നേച്ചർ വരണല്ലേ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നാശമല്ല വരേണ്ടത്. നാശം വരാണ്ട് ആൻറ്റി ക്രൈസ്റ്റൊക്കെ വിട്ടിട്ട് 888 നിലനിൽക്കുന്നുണ്ട്. മുങ്ങി നിവരണമെങ്കിൽ മുങ്ങി നിവരാം. അതിന് നിർബന്ധമില്ല. അത് ഒരു ഓപ്ഷൻ മാത്രം. പക്ഷേ ഈ യേശുവയുടെ സമയം ഈ എന്താ പറയുന്നത്, യഹൂദിയ അല്ല ജൂവിഷ് മലയാളി നമ്പൂതിരി അവിടുന്ന് ക്രിസ്ത്യൻസായിട്ട് സെൻറ്റ് തോമസ് 1st സെഞ്ച്വറിയിൽ 2nd സെഞ്ച്വറിയിലും 10th സെഞ്ച്വറിയിലൊക്കെ വന്നിട്ട് 15th സെഞ്ച്വറിയിലൊക്കെ അവിടുന്ന് ജൂവിഷ് മലയാളി നമ്പൂതിരി ക്രിസ്ത്യൻ ഡിസെൻഡൻ്റായിട്ട് വന്നിട്ട് ക്രിസ്ത്യനൊക്കെ അങ്ങനെ മാറിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റഡ് ഐഡൽ വർഷിപ്പും റിപ്പീറ്റഡ് സാക്രിഫൈസും നിൽക്കണം. അത് നിൽക്കേണ്ട സമയം വരും. അത് മാറിയില്ലെങ്കിൽ, അത് മാറാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങളുടെ ട്രഡീഷനും ഫിയറും അങ്ങനത്തെ ട്രഡീഷനും വെഡിത്തം കൊണ്ട് നടക്കാനാണ് ഭാവമെങ്കിൽ ജഡ്ജ്മെൻറ്റ് ഫേസ് ചെയ്യേണ്ടി വരും. അതിന് ഒരു മാറ്റമില്ല. അപ്പോൾ അതന്നെ വരും. അല്ലാണ്ട് എർത്ത് മൊത്തം കാലിയാവണ കാര്യമല്ല പറയണത്. അതിൻ്റെ ഞാനൊരു പ്രത്യേക ഡിവൈൻ സ്പിരിച്വൽ നേച്ചറിൽ പറയണേ. ആത്മാവിൻ്റെ പരിശോധന, ആത്മാവ് വരുമ്പോൾ എന്താ ഉണ്ടാവണേ, ആത്മാവിന് വീണ്ടും ജനനം, ബോൺ അഗെയിൻ വരും. അത് നല്ലതിൽ, അല്ലാണ്ട് മെറ്റീരിയലിസ്റ്റിക് നേച്ചറിലല്ല. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത. അതാണ് മെസ്സിയാനെ മെറ്റീരിയലിസ്റ്റിക് നേച്ചറിനെ ആരാധിക്കരുത്, ട്രൂത്തിൽ. ഇത് മുഴുവൻ കേൾക്കാം, ട്രൂത്തിൽ ആത്മാവിൽ ആരാധിക്കേണ്ട രീതി വരും. മാലയിട്ട് ആരാധിക്കേണ്ട രീതിയൊക്കെ ആപ്പാടെ പോകണം. അത് പോയില്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ റിപ്പീറ്റഡ് സാക്രിഫൈസും നിൽക്കണം. അത് റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്യുന്നത് അത് കാണിക്കാൻ വേണ്ടിയാണ്, മോഡലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് റിപ്പീറ്റഡ് സാക്രിഫൈസ് തന്നെയാണ്. അപ്പോൾ അത് മാറ്റാൻ ശ്രമിക്കുക. പിന്നെ മുസ്ലിംസും ഉള്ളോ എന്ന് പറഞ്ഞ് നടക്കണം. അത് യഹോവ എന്ന് പറയണം. യഹോവയായിട്ട് മുസ്ലിംസായിട്ട് ഒരു ബന്ധമില്ല.
അപ്പോൾ മുസ്ലിംസ് എന്ന് പറയുന്നത് വിഡ്ഢി അവരുടെ ഉമ്മയും കുമ്മയും കുപ്പയും അവരൊക്കെ ഭയങ്കര ഭംഗിയുണ്ടാവും, പക്ഷെ ബുദ്ധി തീരില്ലാത്ത കാരണം അരുന്ന് കൂട്ടി വാങ്ങണ ബുദ്ധി സ്ഥിരത ഇല്ലാത്ത വിഡ്ഢികളെയാണ് അരുന്ന് കൂട്ടി വാങ്ങി ഉണ്ടാക്കി ബാക്കിയുള്ളവരെ കൊണ്ട് അരുന്ന് കൂട്ടി വാങ്ങിപ്പിക്കാനായിട്ട് ജനിച്ച് വെച്ചാണ്. അപ്പോൾ മനസ്സിലാക്കുക, കള്ളക്കുള്ള അതിൽ ഇവിടെ പറയണം. യഹോവ, ക്രിസ്ത്യാനിറ്റി, ജൂവിഷ് അവിടെ നിന്ന് വന്ന ഒരു പ്രത്യേക വാസ്തവമൊക്കെ ഒരുക്കി ഇപ്പോൾ എല്ലായിടത്തും വ്യാപിച്ചെടുക്കുന്ന രീതിയിൽ വന്നേക്കണം. ഇസ്രായേൽ മാത്രമല്ല. അപ്പോൾ ഒരു നാശമല്ല, പൂർണ്ണ നന്മയ്ക്കുള്ളത്, ക്ഷമിച്ച് നിൽക്കുന്ന സ്നേഹത്തിൻ്റെ പൂർണ്ണ മോഡേൺ ടെക്നോളജി സമയത്ത് ഒരു രാജാവിനെ പോലെ വരും, കള്ളനെ പോലെ വരും, ഡിവൈനായിട്ട് വരും എന്ന് പറയണം. അല്ലാണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനും ഡിപ്ലോമസി കാണിക്കാനല്ല.